പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 11 ബുധൻ. പ്രധാന വാർത്തകൾ. ഒമാന്റെ മാനത്ത് വീണ്ടും ഉൽക്കാവർഷം എത്തുന്നു. ഏറ്റവും ആകർഷകമായ ഉൽക്കാ പ്രദർശനം എന്ന് വിളിക്കപ്പെടുന്ന ജെമിനിഡ് ഉൽക്കാവർഷം ഈ മാസം 13, 14 തീയതികളിൽ ഉച്ചസ്ഥായിയിൽ എത്തുമെന്ന് ഒമാൻ ജ്യോതിശാസ്ത്ര സൊസൈറ്റി അംഗം റയ്യാൻ ബിൻത് സയീദ് അൽ റുവൈഷ്ദിയെ ഉദ്ധരിച്ച് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലും ശനിയാഴ്ച പുലർച്ചെയും ജെമിനിഡ് ഉൽക്കാവർഷം കാണാൻ സാധിക്കും. എല്ലാ വർഷങ്ങളിലും സംഭവിക്കുന്ന ഈ ഉൽക്കാമഴയ്ക്കായി കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയാണ് ലോകം. എന്നിരുന്നാലും പൂർണ്ണചന്ദ്രൻ കാരണം ഈ വർഷത്തെ ഇവന്റ് വെല്ലുവിളിയായി മാറിയേക്കാം. സെക്കൻഡിൽ 35 കിലോമീറ്റർ വേഗതയിൽ ധാരാളം ജെമിനിഡ് ഉൽക്കകൾ വർഷിക്കും. ഉൽക്കകൾ കണ്ടെത്താനും കണ്ണുകൾക്ക് ഇരുട്ടിനോട് പൊരുത്തപ്പെടാനും കണ്ണുകൾക്ക് കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നൽകേണ്ടത് ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉൽക്കകൾ അർദ്ധരാത്രിക്ക് ശേഷം ദൃശ്യമാകും. പ്രാദേശിക സമയം പുലർച്ചെയോടെയാണ് ഏറ്റവും മികച്ച കാഴ്ചാ സമയം. ഈ അത്ഭുതം കാണാനായി ടെലിസ്കോപ്പുകളുടെ ആവശ്യമില്ല. ജെമിനിഡ് ഉൽക്കകൾ ഉത്ഭവിക്കുന്നത് 3200 ഫേത്തോൺ എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നാണ്. ഈ ഉൽക്കകൾ തിളക്കമുള്ളതും വേഗതയേറിയതും സാധാരണയായി മഞ്ഞ നിറമുള്ളതുമായി അറിയപ്പെടുന്നു. സെക്കൻഡിൽ 22 മൈൽ വേഗതയിലാണ് ഇത് ആകാശത്തിലൂടെ പായുന്നത്. ജെമിനിഡ് ഉൽക്കാവർഷം സാധാരണയായി വർഷത്തിലെ ഏറ്റവും സജീവമായ ഒന്നാണെങ്കിലും ഈ വർഷത്തെ കാഴ്ചാ സാഹചര്യങ്ങൾ വളരെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്നാണ് മേഖലയിലെ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സഞ്ചാരികളെ സുൽത്താനറ്റിലേക്ക് ആകർഷിക്കാൻ പദ്ധതിയുമായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം. മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നിവയുൾപ്പെടെ പ്രധാന തെക്കുകിഴക്കൻ രാഷ്ട്രങ്ങളെയാണ് മന്ത്രാലയം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇതിനായി സിംഗപ്പൂരിൽ ഒരു പ്രതിനിധി ഓഫീസ് സ്ഥാപിക്കും. നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലമെന്ന നിലയിൽ ഒമാന്റെ ദൃശ്യപരത വർദ്ധിപ്പിക്കാനും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും മേഖലയിൽ നിന്ന് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാനും ആണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ബിസിനസ് ബന്ധങ്ങൾ വികസിപ്പിക്കുക, ഒമാന്റെ വൈവിധ്യമാർന്ന ഓഫറുകളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക, മീറ്റിംഗുകൾ, പ്രോത്സാഹനങ്ങൾ, കോൺഫറൻസുകൾ, എക്സിബിഷനുകൾ എന്നിവയ്ക്കായുള്ള മികച്ച തിരഞ്ഞെടുപ്പിനായി രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഒമാനെ ഒരു പ്രധാന യാത്രാ കേന്ദ്രമായി സ്ഥാപിക്കുന്നതിന് മാധ്യമ ബന്ധങ്ങളും പ്രയോജനപ്പെടുത്തും. ഡിജിറ്റൽ, പ്രിന്റ്, ബ്രോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമുകളിലുടനീളമുള്ള കവറേജിനായി പത്രപ്രവർത്തകർ, ഇൻഫ്ലുവൻസർമാർ, ബ്ലോഗർമാർ എന്നിവരെ ഇതിനായി ഉപയോഗിക്കും. കോൺഫറൻസുകൾ, എക്സിബിഷനുകൾ എന്നിങ്ങനെയുള്ള ടൂറിസത്തിന്റെ ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ ഒമാന്റെ സാധ്യതകൾ കമ്പനി ഉയർത്തിക്കാട്ടുകയും ഈ വിപണിയിൽ അതിന്റെ ടൂറിസം പ്രതിച്ഛായയെ ബാധിക്കുന്ന ഏത് പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുകയും ചെയ്യും. അതേസമയം ഈ വർഷം ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഒമാൻ സന്ദർശിച്ചത് 23 ലക്ഷം വിനോദസഞ്ചാരികളാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2.4% വർധന രേഖപ്പെടുത്തി. സഞ്ചാരികളിൽ ഒന്നാമത് UAE-യിൽ നിന്നുള്ളവരാണ്. രണ്ടാമത് ഇന്ത്യക്കാരും മൂന്നാമത് യമനികളുമാണ്. ജർമ്മനി, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഒമാനെ തേടിയെത്തുന്ന സഞ്ചാരികളിൽ തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. രൂപയുടെ വിനിമയ മൂല്യം ഇടിയുന്നത് തുടരുന്നു. 1 റിയാൽ നൽകിയാൽ 220 രൂപയാണ് ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങളിൽ ലഭിച്ചത്. ഓൺലൈൻ ധനമിടപാട് ആപ്പുകളിൽ 220 രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന അവസ്ഥയുണ്ട്. ഡോളറുമായി പാരസ്പര്യമുള്ളതിനാൽ ഗൾഫ് കറൻസികൾക്കും വിനിമയ മൂല്യം കൂടും. ഇന്നലെ ഡോളറിനെതിരെ 84.86 എന്ന ചരിത്ര ഇടിവിലേക്ക് രൂപ കൂപ്പുകുത്തുകയായിരുന്നു. ഇന്നലെ മാത്രം നഷ്ടം 20 പൈസയാണ്. മേഖലയിലെ പ്രശ്നങ്ങളും ഓഹരി വിപണികളിലെ നഷ്ടവും ഡോളറിന്റെ ഡിമാൻഡ് ഉയർത്തിയതാണ് രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് കാരണം. കഴിഞ്ഞ നവംബർ 6-ന് 22 പൈസയുടെ ഇടിവ് നേരിട്ടതിനുള്ള ശേഷമുള്ള വലിയ ഏകദിന ഇടിവാണ് ഇന്നലെ ഉണ്ടായത്. ഡോളർ ഇൻഡെക്സ് 105.96ലേക്ക് ശക്തിപ്പെട്ടതും രൂപയെ തളർത്തി. അസംസ്കൃത എണ്ണവില ഉയർന്നതാണ് രൂപയുടെ വീഴ്ചയുടെ മറ്റൊരു കാരണം. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ഇന്നലെ ബാരലിന് 1% ഉയർന്ന് $71.75 ഓഹരി വിപണികളിൽ നിന്നുള്ള വിദേശ നിക്ഷേപകരുടെ വിറ്റൊഴിക്കലിന്റെ തീവ്രത
കുറഞ്ഞെങ്കിലും വിൽപ്പന തുടരുന്നത് ഡോളറിന് ഡിമാൻഡ് ഉയർത്തുന്നുണ്ട്. അതേസമയം അവസരം മുതലെടുത്ത് നാട്ടിലേക്ക് പ്രവാസികൾ പണമയക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. ഇനിയും നിരക്കുയരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരുമുണ്ട്. തണുപ്പ് തുടങ്ങിയതോടെ പ്രവാസ ലോകത്ത് വിവിധ കായിക മാമാങ്കങ്ങളുടെ കാലമാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ എന്നിങ്ങനെയുള്ള കായിക ഇനങ്ങളുടെ ടൂർണമെന്റുകൾ പൊടിപൊടിക്കുകയാണ്. മലയാളികളാണ് ഇത്തരം മേളകളുടെ മുന്നിലെങ്കിലും കളത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വിവിധ രാജ്യക്കാരും ഉണ്ടാകും. സാമൂഹിക മാധ്യമങ്ങൾ കീഴടക്കിയ പരസ്യങ്ങളും പരിചയസമ്പന്നരായവരെ കൊണ്ടുള്ള വൈവിധ്യങ്ങളായ പ്രചരണങ്ങളും കൊണ്ട് വലിയ ആവേശത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. പോയ കാലത്ത് ഗ്രൗണ്ടിൽ അരങ്ങേറുന്ന മത്സരങ്ങൾ മാത്രമായിരുന്നു ടൂർണമെന്റുകളെങ്കിൽ ഇന്ന് ആ പതിവ് ശൈലിയിൽ നിന്ന് മാറി ഓരോ ടൂർണമെന്റും വലിയ ഉത്സവ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. മുട്ടിപ്പാട്ടും ഫ്ലാഷ് മോബും ഫുഡ് കോർട്ടും പാചക മത്സരവും ഫൺ ഗെയിമും മറ്റ് ആഘോഷങ്ങളും കോർത്തിണക്കിയാണ് കളി ആരവങ്ങൾ ഉയരുന്നത്. ഗാലറിയെ ഉണർത്താൻ മലബാറിലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആവേശമായ കമന്ററി അവതാരകരുടെ സേവനവും ലഭ്യമാക്കിക്കൊണ്ട് വലിയ മാമാങ്കങ്ങളാണ് ടൂർണമെന്റുകൾ ഒരുക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പിൽ അവരുടെ വക സ്റ്റാളുകളും തട്ടുകടയും റെസ്റ്റോറന്റ് വിഭവങ്ങളും ചായയും കടിയും ജ്യൂസ് കോർണറും സൗജന്യ മെഡിക്കൽ പരിശോധനയും തുടങ്ങി വേറിട്ട നിരവധി കാര്യങ്ങളാകും ഒരേ സമയം ഗ്രൗണ്ടിന് പുറത്ത് അരങ്ങേറുന്നത്. വിപണിയിൽ ഇറങ്ങിയ പുതിയ സാധനങ്ങൾ പരിചയപ്പെടുത്താൻ റാഫിൾ കൂപ്പൺ എന്നിങ്ങനെ ഉത്സവ അന്തരീക്ഷം തീർക്കുന്ന വൈവിധ്യങ്ങൾ വേറെയും. കുടുംബങ്ങളും കുട്ടികളും കൂട്ടമായി എത്തുന്ന ഗാലറികൾ മത്സരത്തിന്റെ ആവേശം ഉയർത്തുന്നു. മസ്കത്ത് മേഖലയിൽ ആണ് ഇതുപോലുള്ള ടൂർണമെന്റുകൾ ധാരാളമായി അരങ്ങേറുന്നത്. മണ്ണ് നിറഞ്ഞ മൈതാനിയിൽ ടൂർണമെന്റ് നടന്നിരുന്ന കാലം മാറി ടർഫ് കോർട്ടുകൾ സജീവമായതോടെ ടൂർണമെന്റുകൾ ബോക്സ് ക്രിക്കറ്റ് രൂപത്തിലായി. 5 പേർ വീതമുള്ള ഫുട്ബോൾ മത്സരങ്ങൾ സജീവമായി. വോളിബോളും ബാഡ്മിന്റണും പിറകിലല്ല, എന്നാൽ ക്രിക്കറ്റ് തന്നെയാണ് മുന്നിൽ. വാരാന്ത്യത്തിൽ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ടൂർണമെന്റിന്റെ കാര്യം പറഞ്ഞാൽ കളിക്കമ്പക്കാരല്ലെങ്കിലും ഓടിയെത്തും. 4 മണി പലഹാരവും അടിച്ചായയും ഉപ്പിലിട്ട സാധനങ്ങളും ഗെയിമുകളും പാട്ടും നൃത്തവും ആസ്വദിക്കാം. അതേസമയം ടൂർണമെന്റുകളും കളറാവുകയാണ്. ഗാലറിയിൽ കാണികൾ നിറയുമ്പോൾ കളിക്കാർക്കും ആവേശം നിറയും. രാജകീയ വാഹനങ്ങളുടെ അപൂർവ ശേഖരങ്ങളുമായി റോയൽ കാർ മ്യൂസിയം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ബിൻ അറബ് ബിൻ ഹൈതം അൽ സയീദിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. മന്ത്രിമാർ ഉൾപ്പെടെ ഉന്നതതല പ്രതിനിധികൾ സന്നിഹിതരായിരുന്നു. സ്വകാര്യ ശേഖരമായിരുന്ന മ്യൂസിയമാണ് രാജകീയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സന്ദർശനത്തിന് അവസരമൊരുക്കുന്നത്. അൽബർക്ക കൊട്ടാരത്തിനോട് ചേർന്നാണ് റോയൽ കാർസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപൂർവ സ്പോർട്സ് കാറുകൾ, ക്ലാസിക് കാറുകൾ തുടങ്ങിയവയുടെ ശേഖരം തന്നെയാണ് റോയൽ കാർ മ്യൂസിയത്തിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത്. 130 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങളും ഇതിൽ പ്രദർശനത്തിലുണ്ട്. വർഷങ്ങളോളം ഏറെ ശ്രദ്ധാപൂർവം സംരക്ഷിച്ചു പോന്നവയാണ് ഇവ. മൺമറഞ്ഞ സുൽത്താൻ കാബൂസ് ബിൻ സയീദ്, സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ, സയ്യിദ് താരിഖ് എന്നിവരുടെ സ്വകാര്യ വാഹനങ്ങളായിരുന്നു ഇവകൾ. സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂറിന്റെ 2 കാറുകളിൽ നിന്നാണ് ശേഖരം ആരംഭിക്കുന്നത്. കാലക്രമേണ അപൂർവവും ആധുനികവുമായ കാറുകൾ കൂടി എത്തിയതോടെ ഈ ശേഖരം വളർന്നു. 2012 ആണ് ഒരു പൈതൃക കെട്ടിടം രാജകീയ കാറുകളുടെ സംരക്ഷണത്തിനായി സ്ഥാപിച്ചത്. ഇതുവരെ മ്യൂസിയത്തിലെ സന്ദർശനം രാജകീയ അതിഥികൾക്ക് മാത്രമാണ് അനുവദിച്ചിരുന്നത്. ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൗസ് വെള്ളിയാഴ്ച നടക്കും. എംബസി ഹാളിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് 4 മണി വരെ തുടരും. അംബാസിഡർ അമിത് നാരംഗും ഉദ്യോഗസ്ഥരും സംബന്ധിക്കും. പ്രവാസി ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും എംബസി അധികൃതരെ അറിയിക്കാനാകും. മുൻകൂട്ടി അനുമതി നേടാതെയും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം. നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവര് 98282270 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവരെ ഓപ്പൺ ഹൗസ് സമയത്ത് എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമെന്നും എംബസി അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.